കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നു. സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് അവിടെ സമർപ്പിച്ചു. തലസ്ഥാനത്തടക്കം ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം കൂടിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തലസ്ഥാന മേയർ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചു. ആര്യ രാജേന്ദ്രന്റെ ഇടപെടൽ, KSRTC വിഷയം, ഇതൊക്കെ തന്നെ വലിയ തോതിൽ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ പെരുമാറ്റ ശൈലി അതാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നും ഭരണവിരുദ്ധ വികാരമാണ് കാരണമെന്നുമൊക്കെ ഏവരും ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് രണ്ടും കേന്ദ്ര കമ്മിറ്റി എങ്ങനെ വിലയിരുത്തി എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവിയിൽ CPM കേന്ദ്ര കമ്മിറ്റിയിൽ വലിയ വിമർശനം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉയർന്നത്. ആദ്യ ദിവസം തന്നെ കേരളത്തെപ്പറ്റി ഗുരുതരമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് അവലോകനം കേന്ദ്ര കമ്മിറ്റി നിരാകരിക്കുകയാണ് ചെയ്തത്. സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയത് മാർസിയൻ രീതിയിലല്ല എന്നാണ് കേന്ദ്ര കമ്മിറ്റി ഉയർത്തിയ വിമർശനം. മുൻകാല തീരുമാനങ്ങൾ പലതും നടപ്പിലാക്കിയില്ല എന്നും യോഗത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതെ വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം അത് പ്രകടമാകും. ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായവും. കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണെന്നും കേന്ദ്ര കമ്മിറ്റി അവതരിപ്പിച്ച പോളിറ്റ് ബ്യൂറോ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. ദേശീയ തലത്തിൽ CPM ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായത് കോൺഗ്രസിനൊപ്പം എന്ന പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചുവെന്നാണ് ചില നേതാക്കൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് വോട്ട് നേടാനായി കഴിയുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വിലയിരുത്തലിനെ പൂർണ്ണമായും ദേശീയ തലത്തിൽ നേതാക്കൾ എതിർക്കുകയാണ്. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെയും അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും ജനങ്ങൾ രണ്ടായി തന്നെയാണ് ഇതിനു മുൻപും നോക്കി കണ്ടിട്ടുള്ളത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നതിന് മുൻപും തിരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു, അന്നും തിരിച്ചടികൾ നേരിട്ടിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വിടുവായത്തം അവിടെ വില പോകില്ല എന്ന് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിലും പറയുന്നത്. ഇനി ജാതിമത സംഘടനകളുടെ സമീപനം മാത്രമാണ് തോൽവിക്ക് കാരണമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര കമ്മിറ്റി പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ പഠനവും പരിശോധനയുമായി മുന്നോട്ട് നീങ്ങേണ്ടതാണ്. ഇനി CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം, സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ തിരുവനന്തപുരത്തിന് മേയർ ആര്യ രാജേന്ദ്രനാണ് തലവേദന. ആര്യ രാജേന്ദ്രന്റെ ഈ പെരുമാറ്റം തന്നെയാണ് വലിയ തോതിൽ വിമർശന വിധേയമായത്. ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ പോലും കുറച്ചു. ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന വിമർശനമാണ് ഉണ്ടായത്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിൽ ആര്യ രാജേന്ദ്രന്റെ ഇതുവരെയുള്ള പ്രവർത്തന മികവ് എന്തെന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ പോലും CPMന് കഴിയുന്നില്ല. ആര്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരിക്കുന്ന പല പ്രവർത്തനങ്ങൾ അത് പാർട്ടിക്ക് വിപരീതമായ ഫലം തന്നെയായിരിക്കും ഇനി സമ്പാദിച്ചു നൽകുന്നത്. ആ സീറ്റിൽ നിന്നും ആ കസേരയിൽ നിന്നും ആര്യ പുറത്തിറങ്ങുന്ന കാലം വിദൂരമല്ല എന്നും ഇതിലൂടെ തന്നെ വിലയിരുത്താം. നഗരസഭാ പ്രവർത്തനത്തിൽ ജനകീയത ഒട്ടും തന്നെയില്ല. ഇങ്ങനെ പോയാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കളം പിടിക്കുന്നത് BJP ആയിരിക്കുമെന്ന വിമർശനം ഉയർന്നിരിക്കുന്നു. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൊണ്ടുപോകുമെന്ന് CPM തന്നെ തുറന്ന് സമ്മതിക്കേണ്ട അവസ്ഥ. നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഒട്ടും തന്നെ ജനകീയമല്ല എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്.